ഇദ്ദേഹം തന്നെ ഈ ദേശാഭിമാനിക്കാരൻ തന്നെ ഞാൻ പറയണ കേക്ക്, ഞാനല്ല പറയണത്. നിങ്ങൾ ഇങ്ങനെ വന്ന് ഈ ദേശാഭിമാനി എന്നും കൈരളിയിലും വന്ന് എന്റെ പത്രസമ്മേളനം കലക്കണ്ട. ഇത് തന്നെ പരിപാടിയാണ്. നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുമ്പോഴോ അദ്ദേഹം മുഖ്യമന്ത്രിയായി പത്രസമ്മേളനം നടത്തുമ്പോഴോ ഒന്നും ഇതുപോലെ നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ടില്ല. ഞാനിങ്ങനെ ഇരുന്ന് തരുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്. ദയവ് ചെയ്ത് അതുകൂടി ഇല്ലാതാക്കരുത്. നിങ്ങൾ സാമാന്യ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? നിങ്ങളിപ്പോ എത്രാമത്തെ പ്രാവശ്യം ഇടപെടുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ. നിങ്ങൾ അതല്ലല്ല. ശമ്പളം കൊടുക്കുമ്പോഴേ ദേശാഭിമാനിയിലും കൈരളിക്കാരോടും പറയുന്ന വർത്താനം എന്താണെന്നറിയോ? സതീശനെ ചോദ്യം ചോദിച്ച് മുട്ടിക്കാനൊന്നും കഴിയൂല, അതിനുള്ള ബുദ്ധിയൊന്നും നിങ്ങൾക്ക് ആർക്കുമില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം. സതീശൻ എവിടെ സംസാരിക്കണ്ടോ അവിടെ പോയിട്ട് ബഹളമുണ്ടാക്കി അലമ്പുണ്ടാക്കണം. ആ അലമ്പുണ്ടാക്കാനാണ് ശമ്പളം തരുന്നത്. അല്ലാണ്ട് ചോദ്യം ചോദിച്ചിട്ട് സതീശനെ മുട്ടിക്കാനും നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രമാത്രമാണ്. സതീശൻ്റെ വാർത്താ സമ്മേളനം അലമ്പാക്കണം. സതീശൻ പറയുമ്പോൾ ഇങ്ങനെ കട 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 എന്ന് പറഞ്ഞിങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. മറ്റാരെങ്കിലും ചോദിക്കുമ്പോൾ ഇടയിൽ നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം. സതീശൻ ഇങ്ങോട്ട് പറയുമ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ബഹളമുണ്ടാക്കണം. ചോദിച്ചുകൊണ്ടിരിക്കണം എന്നല്ല, ബഹളമുണ്ടാക്കണം. അതിനാണ് ശമ്പളം തരുന്നത്. ആ ശമ്പളം എനിക്ക് കിട്ടണമെങ്കിൽ ബഹളമുണ്ടാക്കുന്നതിനനുസരിച്ചായിരിക്കും ശമ്പളത്തിൻ്റെ വർധനവും അതിൻ്റെ കുറവുമൊക്കെ വരുന്നത്. അപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാവുന്നത് ബഹളത്തിനനുസരിച്ചാണ്. അപ്പോൾ ഏറ്റവും നന്നായി ബഹളം ഉണ്ടാക്കിയാൽ നന്നായി ശമ്പളം വാങ്ങാം എന്ന് പറഞ്ഞാൽ നന്നായി നക്കാം. ഇനി അതല്ല, ശബ്ദമുണ്ടാക്കുന്നത് ബഹളമുണ്ടാക്കുന്നത് കുറവാണെങ്കിൽ കഞ്ഞി നക്കേണ്ടി വരും. മനസ്സിലായില്ലേ? പഴയ പോലെ ക്ലിഫ് ഹൗസിൽ ക്യൂ നിൽക്കുന്ന പരിപാടിയൊക്കെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ബഹളമുണ്ടാക്കിയാൽ നന്നായിട്ട് നക്കാം എന്നുള്ളതാണ് കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ്. അപ്പം ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നിപ്പോൾ വി.ഡി. സതീശൻ വാർത്താസമ്മേളനം നടത്തി അദ്ദേഹം ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്, അല്ലേ? അദ്ദേഹം പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ടത് ചില കോമ്പൻസേഷനുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതിൽ വീട് നഷ്ടമായ റോക്ക്, വീട് മാത്രം തകർന്നു പോയി, വീട് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം എത്ര കൊടുത്തിരുന്നേ? 4 ലക്ഷമാണ് കൊടുത്തിരുന്നത്. അത് 4 6 അതൊരു വലിയ ആശ്വാസമാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. കാരണം 4 ലക്ഷം റുപ്യക്ക് എന്തോ അലക്ക വീടുണ്ടാക്കാനാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത് 6 വലിയൊരു ആശ്വാസം. ഇനി വീടും സ്ഥലവും, ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ അങ്ങനെ അങ്ങോട്ട് കുത്തിയൊലിച്ച് പോയതുണ്ടാവുമല്ലോ, അവിടെ ഇനി വീട് കെട്ടാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പുതിയൊരു സ്ഥലം വാങ്ങിയിട്ട് വീട് വെക്കാൻ, അത് 10 അത് 12 ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം ഇത് ഈ 4 ലക്ഷം അല്ലെങ്കിൽ ഈ 10 ലക്ഷം എന്നുള്ളത് കുറേ കാലം മുമ്പുള്ളതാ. അതിപ്പോഴത്തെ സാഹചര്യവും ഇപ്പോഴത്തെ രൂപയുടെ മൂല്യവും സാധനങ്ങളുടെ വിലയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് വർദ്ധിപ്പിക്കേണ്ട സമയം പണ്ടപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്തു വളരെ കൃത്യമായിട്ട്. ഈ ദുരിതബാധിതർക്ക് വലിയ ആശ്വാസമുള്ളൊരു വാർത്തയാണത്. ഇതോടൊപ്പം തന്നെ കൃഷി നശിച്ചവർക്ക് ആകെ കൊടുക്കുന്നത് എത്രയാ? 15,000 രൂപ. പക്ഷെ എന്തിനാ? മൂക്കുപൊടി വാങ്ങാനോ? അപ്പം അതിൽ ഇപ്പോൾ ബുധനാഴ്ച ക്യാബിനറ്റ് കൂടി ആ മീറ്റിംഗ് കൂടി കഴിയുമ്പോൾ അതിലും വലിയ വർധനമുണ്ടാകും. അപ്പം ഇത് വലിയ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ പറയുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകൾ നൽകുന്ന ഭവന പദ്ധതിയിൽപ്പെടുന്ന ഫണ്ടിനെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളുള്ളതാണ്. അപ്പം അതിലൊരു തീരുമാനമാക്കിയിട്ടുണ്ട്. 4 എന്നുള്ളത് 6 10 എന്നുള്ളത് 12 അല്ലേ? ഇതല്ലേ ചർച്ച ചെയ്യേണ്ടത് ശരിക്കും? ഇനി ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഇതിനേക്കാൾ വലിയ ഗുരുതരമായ മറ്റൊരു വിഷയമുണ്ട്. 2018 പ്രളയത്തിന് ശേഷം നമ്മുടെ നദികളിൽ, ഡാമുകളിൽ വലിയ തോതിലുള്ള മണൽ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട് ആ പ്രളയത്തിന് ശേഷം. അപ്പം അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഈ 2 ദിവസം കൊണ്ട് 2 ദിവസം മഴ, അതിന് മുമ്പ് മഴ എന്ന് പറയുന്ന സംഭവം ഉണ്ടായില്ല. 2 ദിവസത്തെ മഴ കൊണ്ട് കേരളം ഒന്നടങ്കം വെള്ളത്തിലായിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം? ഈ നദികളിലെ
ആഴം വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. ഈ മണ്ണ് വന്ന് അടിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം വരുമ്പോഴേക്കും ഇത് പരന്നൊഴുകുക, എല്ലായിടത്തേക്കും വെള്ളം കയറുക. ഇതാണ് അവസ്ഥ. 2018 പ്രളയത്തിന് ശേഷം പിണറായി വിജയൻ ആ പണം വാരി നക്കി എന്നല്ലാണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം അത് ചെയ്തിട്ടില്ല. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 2018 പ്രളയം കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ കൊച്ചുമോന്, മോള്, കമല എന്ന് വേണ്ട കുടുംബങ്ങൾ, പരിവാരങ്ങളെ ഒന്നടങ്കം കൂട്ടിയിട്ട് എവിടേക്ക് പോയി? നെതർലാൻഡിൽ പോയില്ലേ? എന്തിനാ പോയേ? കൊച്ചുമോൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്തിട്ട് നെതർലാൻഡിൽ കൊച്ചുമോൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. എന്നിട്ട് അന്ന് പറഞ്ഞതെന്താ? റൂം ഫോർ റിവർ. എവിടെ റൂം ഫോർ റിവർ? എവിടെടോ? എന്ത് പദ്ധതിയാ ആവിഷ്കരിച്ചിട്ടുള്ളത്? എന്ത് പദ്ധതിയാ നടപ്പിലാക്കിയിട്ടുള്ളത്? നെതർലാൻഡ്സിൽ പോയി വന്നിട്ട് വർഷങ്ങൾ എത്ര പിന്നിടുന്നു? ഈ 2026 മെയ് 4 വരെ പിണറായി വിജയൻ തന്നെ ആയിരുന്നില്ല മുഖ്യമന്ത്രി അല്ലേ? ഈ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഖജനാവിലെ പണവും പുട്ടടിച്ച് നക്കിയിട്ട് ഇങ്ങോട്ട് വന്ന് എന്നല്ലാണ്ട് എന്താ ഇപ്പം ഉണ്ടാക്കിയേ? ഇപ്പം ഇന്ന് കേരളത്തിൽ ഇന്നലെയും ഇന്നുമായിട്ടുണ്ടായ വെള്ളം, ആ വെള്ളത്തിന് കാരണക്കാരനാരാ? പിണറായി വിജയനാ. പിണറായി വിജയൻ ഇവിടെ ചെയ്യേണ്ടതിന് പകരം ആ പണം എടുത്തിട്ട് നെതർലാൻഡിൽ പോയി കറങ്ങി ടൂറൊക്കെ അടിച്ച് റിസോർട്ടിൽ താമസിച്ച് നക്കിയിട്ട് ഇങ്ങോട്ട് വന്ന്. ഏത് മൂപ്പർക്ക് മറ്റേതുണ്ടല്ലോ, നെയ്മീൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആരോ ഒരാൾ മൂപ്പരോട് പറഞ്ഞേ, എന്ത് അതിനേക്കാളും വലിയൊരു സാധനമുണ്ട്, സാൽമൺ. അപ്പം അതൊന്ന് തിന്നണം. അപ്പം മൂപ്പരോട് വേറൊരാൾ പറഞ്ഞ്, സാൽമൺ തിന്നുമ്പോൾ അത് നമ്മൾ കേരളത്തിലൊന്നും വല്ലാണ്ട് കിട്ടൂല. അതെന്താക്ക്, നമുക്ക് അവിടെ പോകണം, നമുക്ക് ഇവിടെ പോകണം, ഇന്ന സ്ഥലങ്ങൾ പറഞ്ഞെടുത്ത് അവിടെയൊക്കെ പോയി അത് തിന്ന്. അപ്പാടെ ആരോ ഒരാൾ പറഞ്ഞെടുത്ത് എന്ത്, അതിൻ്റെ മുട്ട തിന്നണം. ഹൈ, നിങ്ങൾ കണ്ടിട്ടില്ലേ? കറുത്ത കളറിൽ ബ്ലാക്ക് കളറായിട്ട് മണി ആയിട്ടുണ്ടാകും. നമ്മൾ സാധാരണ ഈ മുട്ട പോലെയല്ല ഉണ്ടാവണേ. അത് തിന്നാൽ അതിനേക്കാളും വലുതാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നെതർലാൻഡ്സിൽ പോയിട്ട് അത് തിന്നാൻ പോയതാ. പേരെന്താ? റൂം ഫോർ റിവർ. ഞാൻ ചോദിക്കണേ, എവിടെടോ റൂം ഫോർ റിവർ? പിണറായി വിജയൻ നെതർലാൻഡ്സിൽ പോയി മോളും കൊച്ചുമോനും കമലയൊക്കെ ആയിട്ട് ഒരുമിച്ച് പോയി എന്നല്ലാണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടായോ? എന്തെങ്കിലും കൊണം ഇവിടെ ഉണ്ടായോ? കേരളത്തിലുണ്ടായോ? ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പം ഇങ്ങനെ ഒരു പ്രളയത്തിൽ നമ്മൾ പെട്ടുകിടക്കുമ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയം അതല്ലേ? ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടി നെതർലാൻഡ്സിൽ പൊതുഖജനാവിലെ പണം എടുത്ത് പോയിട്ട് അവിടെ പോയിട്ട് നന്നായിട്ട് നക്കി വന്നിട്ട് ഇവിടെ ഒരു പ്രവർത്തനവും നടത്താതെ വീണ്ടും വീണ്ടും ഇത്തരം സിറ്റുവേഷനുകൾ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം അപ്പം അതാണെന്ന് സതീശൻ പറഞ്ഞത്. ഇത് വളരെ കൃത്യമാണ്. ഇത് വെറുതെ ഒരു പേച്ചിക്കുള്ള വർത്താനം എന്നല്ല. കേരളത്തിൽ ഈ വെള്ളം, മഴ പെയ്താൽ വെള്ളം വരും, മലകളിൽ നിന്ന് വീണ്ടും കൂടുതൽ വെള്ളം ഉണ്ടാവും, ഫോറസ്റ്റ് ഏരിയകളിൽ വലിയ രീതിയിലുള്ള മഴ കൂടുതലുണ്ടാകും. അപ്പോൾ അവിടെ നിന്ന് വെള്ളം കുത്തിയൊലിച്ച് വരും. ഈ വെള്ളം ഒലിച്ചു പോകാൻ ഈ പുഴകളിൽ, നദികളിൽ, അതുപോലെ ഡാമുകളിൽ ഒക്കെ വലിയ രീതിയിൽ മണ്ണ് 2018 പ്രളയത്തിൽ എല്ലാം ഒലിച്ചു വന്ന് അടിഞ്ഞിരിക്കുക. ഇനി അതെടുത്ത് മാറ്റി അവിടെ സ്പേസ് ഉണ്ടാക്കണം. അതല്ലേ അത് ചെയ്യേണ്ടതാ. വർഷം 2018 പ്രളയം കഴിഞ്ഞിട്ട് വർഷം എത്രയാടോ? കഴിഞ്ഞ മാസം വരെ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിലിരുന്ന് എന്തുണ്ടാക്കിയിരുന്നടാ ഈ ചങ്ങായി? പൊതുഖജനാവിലെ പണം എടുത്തിട്ട് ജീവിതത്തിൽ കാണാൻ പറ്റാത്തതൊക്കെ കണ്ടും ആസ്വദിച്ചും നക്കിയും സുഖിച്ചും കുടിച്ചും നടന്ന് എന്നല്ലാതെ വേറെ എന്തോ ഒലക്കെ കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഉണ്ടാക്കിയത്? ഒന്ന് ആലോചിച്ച് നോക്ക്. മറുപടി പറയണമല്ലോ. വെറുതെ കണക്കുണ സതീശൻ ബിരിയാണി തിന്ന്, അല്ലെങ്കിൽ സതീശൻ ഹെലികോപ്റ്റർ പോയി, ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. സതീശൻ ബിരിയാണി നോട്ട് എന്താ പ്രശ്നം? അയാൾ തിന്നാൻ പാടില്ലേ? അയാൾ തിന്നണമല്ലോ, അല്ലാണ്ട് അയാൾ പട്ടിണി കിടക്കണോ? അയാൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്ത് ചെയ്യുന്നതിന് എന്താ കുഴപ്പം? അതായത് നമ്മളെല്ലാവരും പട്ടിണിയാണ് കിടക്കണേ. കേരളത്തിൽ പ്രളയം ഉണ്ടായി എന്ന് കരുതിയിട്ട് ബാക്കിയുള്ളവരെല്ലാം എന്തിനാണോ ക്യാമ്പ് പോയാലും ഒരു ഭക്ഷണം കിട്ടുന്നില്ലേ? എന്താ ക്യാമ്പ് പോയാലും പട്ടിണിയാണ് കിടക്കണേ? ക്യാമ്പിൽ ഭക്ഷണം കിട്ടുന്നു, വസ്ത്രം കിട്ടുന്നു, മരുന്ന് കിട്ടുന്നു, എല്ലാ സൗകര്യങ്ങളും അവിടെ കിട്ടുന്നു. കിട്ടുന്നില്ലേ? ഇപ്പം ക്യാമ്പിൽ പോവാതെ വീട്ടിലിരിക്കുന്നവർ എന്താ ചെയ്യുന്നത്? എല്ലാവരും പ്രളയം ഉണ്ടായി, കുറേ ആൾക്കാർ ക്യാമ്പിൽ, അതുകൊണ്ട് ഞാൻ പട്ടിണി കിടക്കുക എന്നാണോ?
നിങ്ങൾ മീൻ വാങ്ങുന്നില്ലേ, നിങ്ങൾ ഇറച്ചി വാങ്ങുന്നില്ലേ, ചിക്കൻ വാങ്ങുന്നില്ലേ, നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നില്ലേ, നെയ്ച്ചോറ് ഉണ്ടാക്കുന്നില്ലേ, നിങ്ങൾ മന്തി വാങ്ങി തിന്നുന്നില്ലേ? അല്ലേ, പ്രളയം ഉണ്ടായി, കേരളത്തിലെ എല്ലാ മന്തിക്കടകളും അടച്ചു പൂട്ടിയോ? പ്രളയം ഉണ്ടായി, അതുകൊണ്ട് നമ്മൾ മന്തി വിൽക്കൂല, അല്ലെങ്കിൽ ആരും മന്തി വാങ്ങൂല, അതുകൊണ്ട് മന്തിക്കട മൊത്തം അടച്ച്, ബിരിയാണി പീടിയെല്ലാം അടച്ച്, അങ്ങനെയാണോ? ഇതൊക്കെ നടക്കുന്നില്ലേ? സതീശന് മാത്രം പറ്റാത്തത് എന്താ? അപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയം ഇതൊന്നല്ലല്ലോ. ചർച്ച ചെയ്യേണ്ടത് നെതർലാൻഡ്സിൽ പോയിട്ട് നക്കിയിട്ട് ഉണ്ടാക്കിയ റൂം ഫോർ റിവർ എവിടെ? ചോദ്യത്തിന് മറുപടി വേണമല്ലോ. വെറുതെ നെതർലാൻഡ്സിൽ പോവാ, അങ്ങനെ ഖജനാവിലെ പണം എടുത്തിട്ട് നെതർലാൻഡ്സിൽ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഖജനാവിലെ പണം ഉപയോഗിച്ച് നെതർലാൻഡ്സിൽ പോയിട്ടുണ്ടെങ്കിൽ റൂം ഫോർ റിവർ എവിടെ? ഇനി റൂം ഫോർ റിവർ ഇല്ലെങ്കിൽ ഈ പറയുന്ന അറ്റ്ലീസ്റ്റ് ഒരു സാധാരണ ബുദ്ധിക്കുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, ഏത്? ചളി വന്നടഞ്ഞാൽ വെള്ളം പോകാനൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കും, അല്ലേ? ഇപ്പം നമ്മളെ നാട്ടിലെ ഇപ്പോൾ ടൗണിലൊക്കെ ഓടകൾ ഉണ്ടാവും, ഓവുചാലുകൾ. ഈ ഓവുചാലുകളിൽ വേനൽക്കാലത്ത് പല കച്ചറകളും വന്നടയും. മഴക്കാലം ആകുമ്പോൾ ഇതൊക്കെ ഓവുചാലുകളൊക്കെ ക്ലീനാക്കി അത് ഓപ്പൺ ആക്കി വിടും. എന്തിനാ? വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ട്. ഇത് പുഴകളിലും വേണ്ടേ? പ്രളയം കഴിയുമ്പോൾ ഒരു ഒന്നൊന്നര കച്ചറ, ഒന്നൊന്നര മണ്ണ്, ചളിയൊക്കെയാണ് വന്ന് അടിഞ്ഞിരിക്കുന്നത്. ഇതെങ്കിലും എടുത്ത് ഒഴിവാക്കണ്ടേ? ഇത് ചെയ്തോ? ഈ 5-6 വർഷമായിട്ട്, 5-6 ഇല്ലല്ലോ, 2018 പ്രളയം ഉണ്ടായത്, 8 വർഷമായി. ഈ 8 വർഷമായിട്ട് ഇത് ചെയ്തോ? ചെയ്തിട്ടില്ല. അപ്പം പിന്നെ എന്തുണ്ടാക്കാനാണോ പിണറായി വിജയൻ കൊച്ചുമോനും മോളെയും കമലനെയൊക്കെ കൂട്ടിയിട്ട് നക്കാൻ പോയതായിരുന്നടാ നെതർലാൻഡിൽ? അതിന് മറുപടി പറയണം സഖാക്കളെ. അല്ലാണ്ട് സതീശൻ ബിരിയാണി ഇന്ന്, സതീശൻ ഹെലികോപ്റ്ററിൽ പോയി ഊമ്പം വർത്താനല്ല വേണ്ടത്, മറുപടികളാണ് വേണ്ടത്. ഞാൻ പറയുന്നു, ഇപ്പോൾ 2018 പ്രളയത്തിന് കാരണം അന്നത്തെ ഷട്ടർ ഡാമുകൾ തുറന്നു വിട്ടതാണെന്ന്, മനുഷ്യനിർമ്മിതമാണെന്ന് പറയപ്പെടുന്നു. അത്തരം ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ ഇന്നത്തെ പ്രളയത്തിന് കാരണം ഈ പിണറായി വിജയനാണ്. ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ നക്കി നടക്കുകയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം എന്നുള്ളതാണ്.